അതേത് ഡോക്ടറാ? അങ്ങനെയെങ്കിൽ ആ ഡോക്ടറെ ഒന്ന് കാണണം. ഡോക്ടറുടെ പേരെന്താ? അത് പേര് പറയുന്ന രീതിയിൽ അദ്ദേഹം വലിയ ഡോക്ടറൊന്നുമല്ല. ഞാൻ അദ്ദേഹത്തെ ഡോക്ടർ എന്നാണ് വിളിക്കുന്നത്. ഭൂമി, നിങ്ങൾ പറയുന്നതൊക്കെ കള്ളോ. സത്യം പറഞ്ഞേ, എങ്ങോട്ടാ പോണേ? അത് ഒരു ഫ്രണ്ടിനെ കാണാൻ. ഫ്രണ്ടിനെ കാണാൻ പോകുന്നതിൽ എന്തിനാ നാടകം? അത് ആ ഫ്രണ്ട് ഒരു പെണ്ണാണ്. പെണ്ണോ? ആ അതെ, നമ്മുടെ കോളേജിലാ പഠിക്കുന്നത്. എന്റെ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് കോള് വരില്ലേ, അത് അവളാ വിളിക്കുന്നേ. ഇന്നലെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞേക്കാ. നിങ്ങൾ തമ്മിൽ എന്താ, പ്രേമാണോ? എനിക്ക് ഇഷ്ടം തന്നെയാ. അവൾക്കോ? അവള് കാണാൻ എങ്ങനെയാ? സുന്ദരിയാണോ? ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല. കണ്ടിട്ടില്ലെന്നോ? എന്നാ അവൾ എന്നെ കണ്ടിട്ടുണ്ട്. ഞാനിന്ന് അവളെ പെണ്ണ് കാണാൻ പോവാ. അല്ല, അവളെ കാണാൻ പോവാന്നാ പറഞ്ഞേ. നേരിട്ട് കാണുമ്പോ അവള് സുന്ദരിയല്ലെങ്കിലോ? സൗന്ദര്യം കണ്ണിന് പോരെ, മനസ്സിനില്ലല്ലോ. സൗന്ദര്യം ഇല്ലെങ്കിലും മനസ്സിലുള്ള സ്നേഹം ഇല്ലാതെ പോകോ? അതിരിക്കട്ടെ, ഇതൊക്കെ മുമ്പേ പറയേണ്ടതല്ലേ. എന്തിനാ ഇപ്പൊ ടൈം വേസ്റ്റ് ചെയ്യുന്ന? വേഗം പോയിക്കോ. ഓക്കെ, താങ്ക് യു. ഞാൻ റെഡി ആയിട്ട് വരാവേ. നിങ്ങൾ പറഞ്ഞപ്പോ മുതൽ എനിക്ക് അവളെ കാണാൻ ആഗ്രഹം തോന്നുന്നു. ഞാനും വരട്ടെ? അയ്യോ വേണ്ട, മീര വന്ന അവക്ക് ഒട്ടും ഇഷ്ടമല്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ മീരയുടെ പുറകെയാണെന്ന് പറഞ്ഞ് ഏത് നേരം അവള് അതിനവളെന്നെ കണ്ടെങ്കിൽ വേണ്ടേ? ഞാൻ ദൂരെ എവിടെയെങ്കിലും നിന്ന് കണ്ടോളാം. ഇതൊക്കെ ആവശ്യമാണോ മീര? അതെ ഭൂമി, എനിക്ക് അവളൊന്ന് കാണണം. പറഞ്ഞാ കേക്ക് പ്ലീസ്. ഓക്കെ, കം. മീര ഇവിടെ നിന്നോളൂ. അവിടെ ഞാനും അവളെ സംസാരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കി കാണാം. സമയം ഒട്ടും പോകുന്നില്ല. ഇനി 1/2 മണിക്കൂറുണ്ട്. എനിക്കൊരു സഹായം ചെയ്യാമോ? പറഞ്ഞോളൂ. ഇപ്പോ മീരയാണ് അവള്. അയ്യോ അങ്ങനെയല്ല, മീര വെറുതെ വിചാരിച്ചാ മതി. ഞാൻ അവളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രാവശ്യം ഞാൻ മീരയോട് പറഞ്ഞ് വെറുതെ ഒന്ന് പ്രാക്ടീസ് ചെയ്തോട്ടെ. ഓക്കെ അല്ലേ? ഓക്കെ. ഭൂമി എത്തിയല്ലേ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്രയും നാളും എൻ്റെ മുമ്പിൽ വരാതെ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തേ? നീ സത്യത്തിൽ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ അതോ ചുമ്മാ തമാശക്കാണോ? അന്ന് നീ ഫോണിൽ പറയുമ്പോ സന്തോഷത്തിൽ എനിക്ക് ഒന്നും പറയാൻ തോന്നിയില്ല. എന്നാ ഞാൻ നേരിട്ട് പറയാൻ പോവാ. I do love you. I really love you. സോറി സോറി. ഇപ്പം ഞാൻ മീരയോട് പറഞ്ഞ പോലെ പറഞ്ഞാൽ ഓക്കെ ആവുമല്ലേ? യെസ്, എനിക്കിപ്പോഴാണ് കോൺഫിഡൻ്റ് ആയത്. ഓക്കെ, ഒരു ഓൾ ദി ബെസ്റ്റ് പറയായിരുന്നല്ലോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. കണ്ടില്ല, സോറി. ചെറിയൊരു വെപ്രാളം. ഹലോ, ഇയാൾ എത്തിയോ? എവിടെയാ ഉള്ളേ? എന്നെ കണ്ടോ? എനിക്ക് നിന്നെ കാണണ്ട.
ഇനി നീ എന്നെ കാണാൻ പോകുന്നില്ല. അമ്മു, ആ മീരയെ കൊണ്ടുവരല്ലേന്ന് പറഞ്ഞിട്ടും അവളെ കൂട്ടിക്കൊണ്ട് വന്ന് അവളുടെ തോളി തൊട്ട് നിൽക്കുന്നു അല്ലേ? അയ്യോ അമ്മു, അങ്ങനെയൊന്നും തെറ്റായിട്ട് നീ... അതൊക്കെ കണ്ടില്ലെന്ന് വിചാരിക്കാണോ? യു ചീറ്റ്. എന്നോട് കള്ളം പറഞ്ഞ് എന്നെ പറ്റിക്കുക നീ. ഐ ഹേറ്റ് യു. അമ്മു, മീര വരാൻ എന്നോട് പറഞ്ഞപ്പോ എനിക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാ. അപ്പോ എന്നെ കാണുന്ന നിനക്ക് അവളെ പ്രധാനം അല്ലേ? അയ്യോ അമ്മു, അങ്ങനെയൊന്നുമില്ല. ഈ ഒരു ചെറിയ കാര്യം പോലും എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റാത്ത നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? എന്ത് ധൈര്യത്തിലാണ് നിന്റെ കൂടെ ഞാൻ ജീവിക്കാൻ പോകുന്നത്? ഇതുപോലെ നീ ഇനിയും എന്നെ ചതിക്കില്ലെന്ന് എങ്ങനെ വിശ്വസിക്കും? അമ്മു, നീ വിചാരിക്കുന്ന ആളല്ല ഞാൻ. ഒരിക്കലും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. വേണ്ട, നീ ഒന്നും പറയണ്ട. ഇനി ഞാൻ നിനക്ക് ഫോൺ ചെയ്യില്ല. നീ എന്റെ കോളിന് വേണ്ടി കാത്തിരിക്കും വേണ്ട. അമ്മു, ഗുഡ് ബൈ. ഹലോ. എവിടെ? അവളെവിടെ? ഇല്ല, അവള് വന്നില്ല. വന്നില്ലേ? അതെന്താ? മീര വന്നത് കണ്ടപ്പോ അവൾക്ക് ദേഷ്യായി. എന്നിട്ട് ഇനി അവള് ഫോൺ ചെയ്തില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അയ്യോ, പാടില്ലായിരുന്നു. ഞാൻ വരാൻ പാടില്ലായിരുന്നു അല്ലേ? ചേച്ചേ, അതൊന്നും സാരമില്ല. മീര വേണേ നോക്കിക്കോ. അവൾ അങ്ങനെ പറഞ്ഞാലും ഡെഫിനറ്റ് ആയിട്ടും എന്നെ വിളിക്കുള്ളൂ. വാ പോകാം. വീണ്ടും അവള് വിളിക്കുമെന്ന് എന്ത് വിശ്വാസമുള്ള? യഥാർത്ഥ പ്രണയമാണെങ്കിൽ വിളിക്കാതിരിക്കാൻ കഴിയില്ല മീരെ. തീർച്ചയായും വിളിച്ചിരിക്കും. ഭൂമി, എന്താ ഇത്? എക്സാമിന് ഇനി ഒരാഴ്ചയുള്ളൂ. ഇങ്ങനെ പഠിക്കാതിരുന്ന എങ്ങനെയാ? ഞാൻ എന്തിനു പഠിക്കണം? എക്സാം എഴുതുന്നവര് പഠിച്ചാ പോരെ. ഞാനിവിടെ വന്നത് നിങ്ങൾക്ക് ബോഡി ഗാർഡാകാൻ വേണ്ടിയാ. എക്സാം ഒന്നും എഴുതി ജയിക്കാൻ വേണ്ടിയല്ല. എന്നാൽ നിങ്ങൾ രണ്ടുപേരും നന്നായി പഠിക്കണം. ഞാൻ സാറിന് സത്യം ചെയ്ത് കൊടുത്തതാ. ഭൂമി എക്സാം എഴുതുന്നില്ലെങ്കിൽ ഞങ്ങൾ എഴുതുന്നില്ല. നിങ്ങൾ എന്തിനാ എഴുതാതിരിക്കണം? ഇയാള് കാരണം. ഇയാൾ എഴുതുന്നില്ലെങ്കിൽ ഞങ്ങൾ എഴുതുന്നില്ല. വേണ്ട, നിങ്ങൾ ഇനി എഴുതാതിരിക്കണ്ട. ശരി ശരി, ഞാൻ എക്സാം എഴുതാം. എന്നാ ഫോൺ അവിടെ വെച്ചിട്ട് വല്ലതും പഠിക്കാൻ നോക്ക്. ഇപ്പൊ എല്ലാം ഒന്ന് ആറി തണുത്തതേ ഉള്ളൂ. ഇനി ഫോൺ ചെയ്ത് അയാളെ ബുദ്ധിമുട്ടിക്കാതെ. നീയും എല്ലാം കണ്ടോണ്ടിരിക്കല്ലേ? ഇപ്പൊ ഞാൻ ഫോൺ ചെയ്തില്ലെങ്കിൽ ഭൂമി എക്സാം എഴുതില്ല. അതുകൊണ്ടാ. ഈ ഒരു പ്രാവശ്യം മാത്രം, അതും അവൻ എക്സാം എഴുതാൻ വേണ്ടിട്ട്. പിന്നീട് ഞാൻ അവന് ഫോൺ ചെയ്യുകയല്ല. സത്യം. ഏയ്, എന്താ ഇത്രയും നാളും വിളിക്കാഞ്ഞേ? ഇനി ഒരിക്കലും ഫോൺ ചെയ്യില്ലെന്നാ ഞാൻ വിചാരിച്ചത്. നിനക്ക് എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ദേഷ്യമൊന്നുമില്ല. എക്സാം അടുത്തല്ലോ, അതാ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ച്. നീ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. എന്തു പഠിക്കാൻ? ഇപ്പോഴാ ഞാൻ എക്സാം എഴുതുന്നില്ല എന്ന് പറഞ്ഞപ്പോ മീര എന്നോട് ദേഷ്യപ്പെട്ടത്. എക്സാം എഴുതുന്നില്ലെന്നോ? എന്താ ഇത് നോക്ക്, മര്യാദക്ക് പഠിച്ച എക്സാം എഴുതിയില്ലെങ്കിൽ പിന്നെ ഞാൻ നിനക്ക് ഫോൺ ചെയ്തില്ല. നീ ഇപ്പൊ എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ എക്സാം എഴുതത്തേ ഇല്ലായിരുന്നു. ഇപ്പൊ ഞാൻ ഫോൺ ചെയ്തല്ലോ. നന്നായിട്ട് പഠിച്ച എക്സാം എഴുതാ. നീ റാങ്ക് വാങ്ങിക്കുന്ന അന്ന് ഞാൻ നിന്റെ മുന്നിൽ വരും. ഇത് ഞാൻ വിശ്വസിച്ചോട്ടെ? വരാന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കും. യെസ്.
ഞാൻ പറഞ്ഞില്ല അവൾ എന്നെ വിളിക്കുമെന്ന്. അത്ര ഇഷ്ടാ എന്നോട്. ഞാൻ എക്സാം നന്നായിട്ട് എഴുതിയ എന്നെ കാണാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ